ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് UDF ആണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. UDF നേതാക്കളുമായി പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. സോണിയാഗാന്ധിക്ക് പോറ്റി രക്ഷ കെട്ടിക്കൊടുക്കുന്ന ചിത്രങ്ങളുണ്ട്. ശബരിമലയിൽ UDF കാലത്ത് നിരവധി അഴിമതികൾ ഉണ്ടായെന്നും ഇവയും പാരടി ഗാനത്തിൽ ഉൾപ്പെടുത്തണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖം നോക്കാതെയുള്ള നടപടിയാണ് അന്വേഷണ സംഘം എടുക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഇതുവരെ പിടിയിലായവർ ജയിലിൽ തന്നെ തുടരുകയാണ്. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രധാനിയെന്നും ശിവൻകുട്ടി പറഞ്ഞു. പോറ്റി അവിടെ കൊണ്ടുവന്നത് ആരെന്ന് എല്ലാവർക്കും അറിയാം. 2016 മുമ്പ് നടന്ന സംഭവം പിണറായി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ കഴിയില്ല. സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആന്റണി, അടൂർ പ്രകാശ്, പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരാണ് അതിന് സഹായം നൽകിയത്. വി ശിവൻകുട്ടി പറഞ്ഞു. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാണോ? ഈ വിഷയത്തിൽ സംസാരിക്കാൻ പോലും എംപിമാർ തയ്യാറാകുന്നില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ VD സതീശൻ ഈ ബന്ധത്തെക്കുറിച്ച് കൂടി പറയാൻ തയ്യാറാവണം. പാരടിയുടെ കൂടെ ഇതെല്ലാം ചേർക്കണം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയതും സന്ദർശനം നടത്തിയതും കൂടി ചേർത്താൽ ഗംഭീരമാകുമെന്ന് വി ശിവൻകുട്ടി പ്രതികരിച്ചു. 2016 മുന്നേ പോറ്റി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. ഇതിൽ കോൺഗ്രസിന്റെ പങ്ക് പറയാൻ തയ്യാറാണോ? സോണിയാഗാന്ധിക്ക് രക്ഷ കിട്ടിയ സംഭവത്തിൽ മറുപടി പറയാൻ തയ്യാറാണോ? കൂടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ള അവിശുദ്ധ ബന്ധം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വി ശിവൻകുട്ടി ചോദിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ നിയമം കാറ്റിൽ പറത്തുന്നുവെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഭരണഘടനയെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. ചിലയിടങ്ങളിൽ വിവിധ പേരുകളിലാണ് വിജയിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത്തരം സത്യപ്രതിജ്ഞകൾക്ക് നിയമസാധ്യതയില്ലെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ളവർക്ക് നിയമപരമായി സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല. ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശന നടപടി സ്വീകരിക്കണം. നിയമപരമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ജനപ്രതിനിധികൾ തയ്യാറാകണം. ജനാധിപത്യ പ്രക്രിയയെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല, വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. PM ശ്രീ ഉപസമിതിയുടെ കാര്യം നാളത്തെ ക്യാബിനറ്റിൽ തീരുമാനിക്കുമെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവിയുടെ അർത്ഥം LDFന്റെ അടിത്തറ പോയി എന്നല്ലെന്നും കനത്ത തിരിച്ചടിയാണ് നേരിട്ടതെന്ന് പറയാൻ കഴിയില്ലെന്നും വി ശിവൻകുട്ടി അവകാശപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭ നഷ്ടമായത് എന്തുകൊണ്ടെന്ന കാര്യം പരിശോധിക്കും. LDF യോഗത്തിൽ എനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. തെറ്റ് ചെയ്തെങ്കിലാണല്ലോ വിമർശനങ്ങൾ ഉണ്ടാവുക. ഭരണവിരുദ്ധ വികാരമുള്ളതായി ആരും പറഞ്ഞില്ല. PM ശ്രീ തിരിച്ചടിയായി എന്നത് വെറുതെ പറയുന്ന കാര്യമാണ്. ആര്യ രാജേന്ദ്രനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ പരാമർശമുണ്ടായി എന്നത് മാധ്യമങ്ങൾ പറയുന്നതല്ലേ? നിങ്ങളാരും കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്നും വി ശിവൻകുട്ടി പറഞ്ഞു.